सादृश्यो व्यक्तरूपश्च सहस्रजिदनन्तजिद इष्टो विशिष्टशिष्टेष्टशिख. ഹലോ നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തിരുവില്ലാമലയിലാണ്. വില്വാദ്രിനാഥ ക്ഷേത്രം കാണുവാനാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഇവിടെ എത്തിയതാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ തിരുവില്ലാമല ക്ഷേത്രത്തിലാണുള്ളത്. ശ്രീരാമജയം രാമക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ വലതുവശത്ത് സരസ്വതി ദേവിയുടെ ഒരു പ്രതിഷ്ഠ ആൽമരത്തിൻ്റെ ചുവട്ടിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോവുകയാണ്. കുഞ്ഞിനെയൊക്കെ താഴെ വെച്ചിരിക്കുകയാണ്. ക്ഷേത്രത്തിനുള്ളിലെ കാഴ്ചകൾ നമുക്ക് ചിത്രീകരിക്കാൻ പറ്റില്ല. കരിങ്കല്ലിൽ തീർത്ത ക്ഷേത്രമാണ്. മലയുടെ മുകളിലായിട്ട് കരിങ്കല്ല് പാകി കെട്ടിയിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. അമ്പലത്തിനുള്ളിൽ മൊബൈലും ക്യാമറയൊന്നും ഉപയോഗിക്കാൻ അനുവദനീയമല്ല. അതുകൊണ്ട് നമുക്ക് പുറത്തുള്ള ഭാഗങ്ങൾ മാത്രം ചിത്രീകരിച്ചിട്ട് നമുക്ക് താഴേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ തിരുവല്ലാമലയിലേക്കായിരുന്നു. കയറ്റങ്ങൾ തള്ളിയും ഇറക്കങ്ങൾ ഓടിച്ചിറക്കിയൊക്കെ നമ്മൾ തിരുവില്ലാമലയിലേക്ക് എത്തിയിട്ടുണ്ട്. തിരുവില്ലാമല ക്ഷേത്രത്തിൻ്റെ പുറകിലുള്ള ആൽമരത്തിൻ്റെ സമീപമാണ് ഞാനുള്ളത്. അപ്പോൾ ഒരു നല്ല കാറ്റുണ്ട് കേട്ടോ. രാത്രിയാകാറായി. ഇന്നിവിടെ തങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ തല്ലി എല്ലാം പാറി പറന്ന് കിടക്കുകയാണ്. എനിക്കൊരു സ്വാമി മോഡലായിരുന്നു താമസിച്ചിട്ടാണ് വന്നത്. അവിടെ ഒരു നായ്ക്കുട്ടങ്ങൾ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിനുള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. പുറത്തുനിന്ന് ക്ഷേത്രത്തിൻ്റെ ചില ഭാഗങ്ങളും മതിൽക്കെട്ടുകളും ഒക്കെ നമുക്ക് കാണാം. ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള പ്രദേശമാണ് ഈ കാണുന്നത്. ഇത് താഴെ ഒരു കുളം കാണാം. അതുപോലെ തന്നെ പഴയ ബിൽഡിങ്ങുകളാണ്. കരിങ്കല്ലിൽ തീർത്ത ബിൽഡിങ്ങുകളാണ് കാണുന്നത്. ഇതാണ് ക്ഷേത്രം. ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള മന്ദിരങ്ങളുമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ നമുക്ക് ക്ഷേത്രത്തിനുള്ളിൽ വീഡിയോ എടുക്കാൻ അനുവദനീയമല്ല. മുഖ്യമായ സ്ഥലമാണ്. ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ആൽമരമാണിത്. ഒരു പാറയുടെ മുകളിലാണ് ഈ ആൽമരം നിൽക്കുന്നതാണ് അതിൻ്റെ അത്ഭുതം തന്നെ. ഒരു വലിയ പാറക്കെട്ടിന് മുകളിൽ ഒരു ആൽമരം. ഇത്രയും വലിയ ആൽമരം നിൽക്കുന്ന ഈ പാറക്കെട്ടിൽ ഇത്രയും കെട്ടിൽ മാത്രമേ മണ്ണുള്ളൂ. പക്ഷേ ഇതിൻ്റെ അടിയിലോട്ട് ഈ വേരുകൾ പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലുതായിട്ടുള്ള ഈ വടവൃക്ഷം ഇങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല. അപ്പോഴത്തെ കാഴ്ചകൾ ഈ തിരുവല്ലാമലയുടെ മുകളിൽ നിന്നാണ്. ഇവിടം വരെ ഇപ്പോൾ വഴിയൊക്കെ വന്ന് നിൽപ്പുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഇവിടമായിട്ട് ബന്ധിപ്പിക്കുന്ന വഴികളാണിത്. ഇതുണ്ടോ, പുതിയ റോഡ് കോൺക്രീറ്റ് ചെയ്തതാണ്. താഴെയുള്ള വീടുകളൊക്കെ നമുക്ക് കാണാം. ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു വലിയ മല അല്ലായിരിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ചെറിയ ചെറിയ കുന്നുകൾ കയറി വരുമ്പോഴത്തേനും ഇതൊരു വലിയ മലയായി മാറുക. അപ്പം ഞാനിവിടെ എത്തി ഇത്രയും മുകളിലെത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതൊരു വമ്പം മലയുടെ മുകൾ ഭാഗമാണ്.
ഇത് നമുക്ക് കാണാം. നല്ല കാറ്റാണ് കേട്ടോ, വൈകുന്നേര സമയമായതുകൊണ്ട് നല്ല കാറ്റാണ്. ഇതുണ്ട് താഴെ വീടുകളൊക്കെ കാണാം. പഴയ രീതിയിലുള്ള വീടുകളും പുതിയ രീതിയിലുള്ള വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് അമ്പലം ഒരു ഇരുളിമയിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതാണ് തിരുവില്ലാമല ക്ഷേത്രം. അപ്പോൾ സൂര്യൻ്റെ പടിഞ്ഞാറേ ചക്രവാളത്തിൽ അസ്തമിക്കാനുള്ള സമയമായിരിക്കുകയാണ്. അതുപോലെ തന്നെ അതേ നമുക്ക് കാണാം അങ്ങ് അകലെ തൃശ്ശൂരിൻ്റെ പല ഭാഗങ്ങളിലെയും മലനിരകൾ നമുക്ക് കാണാൻ പറ്റും. തൃശ്ശൂരിൻ്റെയും പാലക്കാടിൻ്റെയും ഒക്കെ ഭാഗങ്ങളിലെ മലനിരകളാണ് നമുക്ക് ഇവിടുന്ന് തിരുവില്ലാമലയിൽ നിന്ന് കാണാൻ സാധിക്കുക. പാലക്കാടിൻ്റെ പ്രദേശങ്ങളിലുള്ള മലനിരകൾ നമുക്ക് അങ്ങ് അകലെ കാണാൻ പറ്റുന്നുണ്ട്. ആ പ്രദേശമെല്ലാം പാലക്കാടിൻ്റെ പ്രദേശങ്ങളാണ്. ആ സൈഡിലാണ് നീള, അതായത് നമ്മുടെ ഭാരതപ്പുഴ ഒഴുകി പോകുന്നത്. അപ്പം നമ്മൾ ആ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. നാളെ രാവിലെയേ പോക്കുള്ളൂ കേട്ടോ. ആൽമരം ആഹാ അടിപൊളിയായിട്ട് നല്ല കാറ്റത്ത് ഇങ്ങനെ ആടി വരികയാണ്. അപ്പം നമുക്ക് അമ്പലത്തിനുള്ളിൽ ഷൂട്ടിങ് അനുവദനീയമല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ താഴെക്കൂടിയൊക്കെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് താഴെ എവിടെയെങ്കിലും പോയി കിടക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ ഭജനപ്പാട്ടുകാർ ഉണ്ട്, എവിടുന്നോ വന്ന ഭക്തരാണ്. അവരുടെ ആ പാട്ട് മേളങ്ങളങ്ങ് പോയതിന് ശേഷം നമുക്ക് അങ്ങോട്ട് ചെല്ലാം. അപ്പോൾ ശാസ്താവിൻ്റെ ക്ഷേത്രമാണ് നമുക്ക് വലിയ ക്ഷേത്രത്തിൻ്റെ താഴെ കാണാൻ സാധിക്കുന്നത്. ക്ഷേത്രം ആ നട കയറി ചെല്ലുന്ന സ്ഥലത്താണ് ക്ഷേത്രം. ഇത് തെക്കുവശത്തേക്കുള്ള വഴിയാണ്. അതിനുമുമ്പ് മഠവും കാര്യങ്ങളുമൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു വലിയ ആൽമരം, മുകളിൽ കണ്ട പോലെ തന്നെയുള്ള ഒരു വലിയ കുറേ ആൽമരങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. മറ്റനുബന്ധ ക്ഷേത്രങ്ങളും ഇതിനോടനുബന്ധിച്ചുണ്ട്. അവയും നമുക്ക് മുൻപിൽ കാണാൻ പറ്റും. തിരുവില്ലാമലയുടെ താഴെയുള്ള ഒരു പാറപ്പുറത്താണ് ഞാൻ ഇരിക്കുന്നത്. ഇവിടെയുള്ള നാട്ടുകാരെല്ലാം ഇവിടെ വന്നിരിപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഭക്തരും ഇവിടെ വരുന്നുണ്ട്. പക്ഷേ അസ്തമയം കഴിഞ്ഞുള്ള ഒരു കാഴ്ച എൻ്റെ ദൈവമേ, കാണേണ്ടത് തന്നെ കേട്ടോ. മൊബൈലിൽ കാണുന്ന പോലെ അല്ല, അതിലും ഡാർക്കാണ്. സൂപ്പർ കാഴ്ച. ഇതുപോലൊരു കാഴ്ച ഞാൻ കുറേ മലകളിൽ കയറിയെങ്കിലും ഇതുപോലൊരു കാഴ്ച നമ്മൾ കണ്ടത് പ്രഭാതത്തിൽ നമ്മൾ മൂന്നാറിന് തൊട്ട് മുമ്പുള്ള സ്ഥലത്ത് നമ്മൾ നിന്നപ്പോൾ പ്രഭാതം കാണാൻ വേണ്ടി നിന്നു. അവിടെയാണ് ഇതുപോലുള്ളൊരു കാഴ്ച നമ്മൾ മുൻപ് കണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസം. അത് സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാൻ വേണ്ടി നിന്നപ്പോൾ ആദ്യത്തെ കാഴ്ച ഇതുപോലുള്ളൊരു കാഴ്ചയായിരുന്നു. ഇതായിപ്പോൾ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ് അതേ കാഴ്ച നമുക്കിവിടെ തിരുവില്ലാമലയിൽ കിട്ടിയിരിക്കുകയാണ്. എല്ലാവരും അടിച്ചു കയറി പോവാം. അപ്പോൾ തിരുവില്ലാമലയിലെ സൂര്യാസ്തമയമാണ് കാണുന്നത്. സൂര്യൻ ഓൾറെഡി അസ്തമിച്ച് കഴിഞ്ഞു, പക്ഷേ അതിൻ്റെ കിരണങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ മുകളിൽ കാണുന്നതാണ് തിരുവില്ലാമല ക്ഷേത്രം. ക്ഷേത്രത്തിൽ ശീവേലി നടക്കുന്നതിൻ്റെ ഇതാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്.
അപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ അവസാന ഭാഗങ്ങളാണ് നമ്മൾ കയറി ഇറങ്ങുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ളത് വെള്ളച്ചാട്ടങ്ങളുടെ, കേരളത്തിലെ അല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ നമ്മുടെ ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകാനുള്ളത്. അത് നാളത്തേക്കായിട്ട് നമ്മൾ അവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ ഒറ്റ ചവിട്ടിന് പോവുകയാണ്. എങ്ങോട്ടാണെന്ന് വെച്ചാൽ ആതിരപ്പള്ളി വാഴച്ചാലിലേക്കാണ്. നമ്മൾ വേറൊരു റൂട്ട് പിടിച്ചാണ് പോകുന്നത്. എളുപ്പവഴിയിലെത്താമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ കിടപ്പ് ഇവിടെ കഴിഞ്ഞിട്ട് നാളെ രാവിലെ ആതിരപ്പള്ളിക്ക് പോവാം, വെളുപ്പിന് തന്നെ. ഓക്കെ.